വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ നടപടിയെടുത്തേക്കും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുമെന്ന സൂചനകൾ ലഭിക്കുകയാണ്. അജിത് കുമാറിന്റെ അവധി നീട്ടാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായാണ് വിവരം. പകരം ചുമതല ADGP H വെങ്കിടേഷിന് നൽകിയേക്കും. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, നിലവിൽ 4 ദിവസത്തെ ഓണം അവധി നേരത്തെ തന്നെ ADGP നൽകിയതാണ്. ആ സമയത്ത് H വെങ്കിടേഷിന് ചുമതല എന്നുള്ള വാർത്തകളും വന്നതാണ്. പക്ഷേ ഈ അവധി നീട്ടാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അത് ഏത് വാർത്തയുടെ അടിസ്ഥാനത്തിൽ? 2 തരം പരാതികളാണ്. ഒന്ന്, RSSുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ച പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അപ്പുറത്ത് അൻവർ നൽകിയ പരാതിയും. സ്മൃതി, ADGP MR അജിത് കുമാർ സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കാണുന്നത്. പുറത്തു വരുന്ന വാർത്തകളും അതുതന്നെയാണ് ശരിവെക്കുന്നത്. LDFിനകത്ത് വിവിധ ഘടകകക്ഷികളും CPMന്റെ നേതാക്കൾ അടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് നിലവിൽ. പക്ഷേ മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് MR അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയാലേ മതിയാകൂ എന്നുള്ള ഒരു സമ്മർദ്ദം മുഖ്യമന്ത്രിക്കുമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അത്തരമൊരു നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. RSS നേതാക്കളെ അടക്കം RSS നേതാക്കളുമായി അടക്കം BJP നേതാക്കളുമായി അടക്കം MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി. അത് ഔദ്യോഗിക വാഹനം പോലും മാറ്റി നിർത്തി തെളിവില്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം. ആ സന്ദർശനം എന്തിനായിരുന്നു എന്നുള്ള ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനൊരു മറുപടി പറയുവാൻ മുഖ്യമന്ത്രിയോ ADGPയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരും തന്നെ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് മനസ്സിലായിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടി MR അജിത് കുമാറിനെതിരെ എടുത്തേ കഴിയൂ എന്നുള്ള ഒരു നിർബന്ധത്തിലേക്ക് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും പോകുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് DGPയും അതുപോലെ തന്നെ ക്രൈം ADGP H വെങ്കടേഷും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം ചർച്ച ചെയ്യാനായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ MR അജിത് കുമാറിനെതിരായിട്ടുള്ള വിഷയവും ചർച്ച ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ചർച്ചയിലാണ് 14-ാം തീയതി മുതൽ 4 ദിവസത്തേക്ക് MR അജിത് കുമാർ നിലവിൽ ഇപ്പോൾ അവധി ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസമേ ഓണാവധി അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നതാണ്. ആ അവധി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ അവധി തുടർ ദിവസങ്ങളിലേക്ക് കൂടി നീട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിനെ ഒഴിവാക്കുവാനുള്ള ഒരു തീരുമാനവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളൊരു വിവരവും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും H വെങ്കടേഷിന്, ക്രൈം ADGP ആയിട്ടുള്ള H വെങ്കടേഷിന് ഇദ്ദേഹം 4 ദിവസത്തെ ലീവിലേക്ക് പോകുമ്പോൾ പകരം ചുമതല നൽകുകയും ആ പകരം ചുമതല നൽകുന്നത് നീട്ടിക്കൊണ്ടു പോകുവാനും ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും LDFിനെയും CPMനെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യമാണ് ADGP MR അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. രാഷ്ട്രീയപരമായി സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അപ്പോഴും ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ MR അജിത് കുമാർ സ്വകാര്യ ആവശ്യത്തിനാണ് RSS നേതാവിനെ കണ്ടത് എന്ന് പറയുമ്പോഴും എന്തിനാണ് ആ ഒരു സന്ദർശനം എന്നുള്ളത് സംസ്ഥാന സർക്കാരിനോടും DGPയോടും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടും അദ്ദേഹം വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു വിശദീകരണം മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കണ്ടു എന്നുള്ളൊരു വിശദീകരണം കൃത്യമായി തന്നെ MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പ്രകാരം ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ വരുമ്പോഴും ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2022 കോവളത്ത് വെച്ച് റാം മാധവ് എന്ന BJP നേതാവിനെ ഇദ്ദേഹം MR അജിത് കുമാർ കാണുന്നത്. അതിനുശേഷം 2023 കണ്ടു. 2023 തൃശ്ശൂർ പൂരം കലക്കുവാൻ വേണ്ടി ഒരു ഇടപെടൽ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന RSS നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ച തൃശ്ശൂരിൽ വെച്ച് നടന്നു. അവിടുത്തെ ഏറ്റവും വലിയൊരു ഹോട്ടലിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം നിർത്തിയതിനു ശേഷം ഒരു BJP നേതാവിൻ്റെ വാഹനത്തിലാണ് ഇവിടേക്ക് ചെന്നതും RSS നേതാവിനെ കണ്ടതും എന്നുള്ള ഒരു കാര്യം വരുന്നു. ഇതെല്ലാം തന്നെ ആ ഘട്ടത്തിൽ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടായി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും ലഭിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഒരു പരിശോധന നടത്താതെ ഇപ്പോൾ ഈ ഒരു വാർത്തകൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു വിമർശനവും ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇതും CPMനെ അല്ലെങ്കിൽ LDFിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കാരണം അന്ന് മുഖ്യമന്ത്രി അറിഞ്ഞതാണ് MR അജിത് കുമാർ ഇങ്ങനെ ഒരു നീക്കം നടത്തി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിവരം മുഖ്യമന്ത്രിക്ക് കിട്ടുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ MR അജിത് കുമാർ ഇടപെട്ടാണ് തൃശ്ശൂർ പൂരം കലക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ അന്വേഷണം അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്തി എന്ന് പറയുന്ന ഒരു കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടിയും ഈ ADGP MR അജിത് കുമാറിനെയാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ഒരാഴ്ചയ്ക്കകം ആ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു. ഇപ്പോൾ 4 മാസത്തിൽ കൂടുതലാകുന്നു. ആ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയും മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയില്ല എന്നുള്ള വിവരമാണ്. ഒരാഴ്ചയ്ക്കകം ഒരു മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ADGP അത് നൽകിയില്ലെങ്കിൽ തുടർന്നുള്ള നടപടികൾ മുഖ്യമന്ത്രി കൈക്കൊള്ളേണ്ടതാണ്. പക്ഷേ അത്തരമൊരു നടപടിയിലേക്കോ അടിയന്തരമായ റിപ്പോർട്ട് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ള ഒരു ചോദ്യത്തിലേക്കോ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കമുണ്ടായില്ല എന്നുള്ളതാണ്. ഇതെല്ലാം എന്നുള്ളതാണ് RSSുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അതിനിശിതമായി അതിശക്തമായ ഭാഷയിൽ നേരത്തെ പിണറായി വിജയൻ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടും ഉള്ളതാണ്.